കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് വരുന്നൊരവസ്ഥയാണെന്നും നമ്മളുടെ പണ്ട് പരമ്പരയായി നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്, ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറുന്നു. ഒന്നിച്ച് താമസിക്കണം എന്നല്ല, പക്ഷെ ഒരേ മനസ്സോടുകൂടി പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഹൈന്ദവർ എന്നല്ല, ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരവരുടെ കുടുംബത്തിൽ ഒന്നായി പോകണം. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നതോ ഞാൻ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്നത് ഹിന്ദു കുടുംബങ്ങളോടാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണം എന്നല്ല, നിങ്ങൾ ഒരേ മനസ്സോടെ പോകണം എന്നാണ്. നിങ്ങളുടെ ആ ഒരേ മനസ്സിനെ സ്പ്ലിറ്റാക്കാൻ ഇടയ്ക്ക് നിന്നുകൊണ്ട് ചില ആചാര്യന്മാർ, എല്ലാവരെയും പറയുന്നില്ല, ചില ആചാര്യന്മാർ ആഭിചാരമാണ്, ഇത് ചെയ്താൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, ഇതൊരു സ്ത്രീയാണ് ചെയ്തത്, നിങ്ങളുടെ ബന്ധത്തിലുള്ള സ്ത്രീയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടോളൂ, പക്ഷേ ഇതിന് പരിഹാരം ഞാൻ ചെയ്തു തരാം, ഇച്ചിരി പൈസ കൊണ്ട് തരൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. എനിക്കൊരു ബാക്ക് പെയിൻ വന്നു എന്ന് വെച്ചാൽ ഞാനൊരു വലിയ ഹിന്ദു സമ്മേളനത്തിന് പോയിട്ട് 2 മണിക്കൂറോളം നിന്ന് സംസാരിച്ചു. ഭയങ്കര ബാക്ക് പെയിൻ വന്നു, ഇപ്പോൾ മാറി. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പം ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഡോക്ടർ എന്നെ മനസ്സിലായില്ല, അല്ലേ തന്നെ അദ്ദേഹം എൻ്റെ മുഖത്തേ നോക്കിയില്ല. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോയി നിന്നു, 2 മണിക്കൂർ നിന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ ശരി. മുഖത്ത് നോക്കിയില്ല, ഒരു ലെറ്റർ പാഡ് എടുത്തിട്ട് കുറേ മരുന്ന് ഇങ്ങനെ എഴുതി, കുറേ മരുന്ന്, എനിക്കൊന്ന് 7-8 മെഡിസിൻസ് അദ്ദേഹം എഴുതി. ഞാൻ എന്നോട് പറഞ്ഞു, നേരെ ചെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലത്ത് സൈഡിലൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്, ഇടത് സൈഡിലൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്, നിങ്ങൾ വലത്ത് സൈഡിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് മേടിക്കണം എന്ന് പറഞ്ഞു. മിണ്ടിയില്ല. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണം, ഒരു റോഡ് പറഞ്ഞു, റോഡിന് പേര് ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്, അവിടെ കയറരുത്, രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറണം, മൂന്നാമത്തെ സ്ഥലമുണ്ട്, അവിടെ കയറരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ വരുൺ എന്ന് മനസ്സിലായി, പുള്ളിക്ക് കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ആണ്. ഇത് ഒരു മന്ത്രവാദി പറയുകയാണ്, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീ കൂടുപാത്രം ചെയ്തിട്ടുണ്ട്, ആഭിചാരം ചെയ്തിട്ടുണ്ട്, കൈവശം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ണേറുണ്ട്, നിങ്ങൾ നശിക്കാൻ പോവാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താതിരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി തടസ്സപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകൾക്കോ ജോലി കിട്ടാതിരിക്കാനാണ്, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നശിപ്പിക്കാനാണ്, നിങ്ങളുടെ ബന്ധത്തിലുള്ള ജ്യേഷ്ഠതുല്യായ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പോലെ കരുതുന്ന ഒരു സ്ത്രീ ആഭിചാരം ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഓക്കെ, എന്നാൽ നിങ്ങൾ പൈസ കൊണ്ട് തരൂ, ഞാനിതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഡോക്ടറെ കമ്മീഷനാണെന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് കച്ചവടമാണെന്ന് ചിന്തിക്കാത്തത്? തിരിച്ചറിയണം. ഹൈന്ദവ കുടുംബങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇവിടെ വലിയ സമ്പന്നരായി വാഴുകയാണ്, വലിയ പണം ഉണ്ടാക്കുകയാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞതുകൊണ്ട് വേണ്ട, നിങ്ങൾ ബോധമുണ്ടായിട്ട് നിങ്ങളുടെ ബോധം വെച്ച് നിങ്ങൾ ചിന്തിക്കണം.